الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولكل وجهة هو موليها فاستبقوا الخيرات أينما تكونوا يأتي بكم الله جميعا إن الله على كل شيء قدير ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് അഥവാ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവന് ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്ത ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും എല്ലാം നമ്മളിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ചില സംഗതികൾ ഒരൊറ്റ ചാൻസാണ് ചിലപ്പോൾ അള്ളാഹു കൊടുക്കുക. ആ ചാൻസ് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അയാൾക്ക് അത് കിട്ടുന്ന ഒരു അവസരം ഉണ്ടാവില്ല. ദുനിയാവിൽ പലരും അങ്ങനെയാണ്. ചിലപ്പോൾ നമുക്ക് മുമ്പിൽ ഒരു ചാൻസ് ഉണ്ടാവും. ആ ചാൻസ് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പിന്നീട് അത് നമുക്ക് ലഭിച്ചു കൊള്ളണം എന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് തന്നെ ഒരിക്കല് പ്രവാചകൻ പരലോകത്ത് ഓരോരുത്തരും ഇങ്ങനെ വരുന്നത് ഇങ്ങനെ പറയാൻ, ഓരോ സമുദായത്തെയും പ്രവാചകൻ ഇങ്ങനെ പ്രവാചകന്റെ മുമ്പിൽ കാണിച്ചു. ചില പ്രവാചകന്മാർ അവരുടെ കൂടെ നഫർ ഏതാനും ചില ആളുകളുടെ കൂടെ 10 ചില 10 ആളുകൾ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിബ്രീൽ പറഞ്ഞു, ദാ അങ്ങോട്ട് നോക്ക്, ആ ഉഫക്കിലേക്ക് നോക്ക്, ആ ചക്രവാളത്തിലേക്ക് നോക്ക്. അപ്പൊ പ്രവാചകൻ നോക്കിയപ്പോ അവിടെ ഒരു വലിയ കൂട്ടം മനുഷ്യരെ കാണാൻ. അപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അതാണ് നിങ്ങളുടെ സമുദായം. അവര് 70,000 അവര് 70,000 ആളുകൾ. അവർക്ക് ലാ ഹിസാബ അലൈഹിം വലാ അദാബ്, അവർക്ക് ശിക്ഷയില്ല, അവർക്ക് വിചാരണയില്ല. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞപ്പോ എന്തുകൊണ്ടാണ് അവർക്കത് കിട്ടാത്തത് എന്ന് ചോദിച്ചപ്പോ അവര് ഒരു നിലക്കുള്ള ശിർക്ക് പരമായ ഒന്നുപോലും അവർ ചെയ്തിട്ടില്ല. അവര് പക്ഷി നോക്കുന്ന, ലക്ഷണം നോക്കുന്ന, ആ നിലക്കുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശിർക്കിന്റെ ലെവലേശം പോലും വരാത്ത ആളുകളാണ്. മാത്രമല്ല വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവൻ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ആളുകളാണ്. ആ സന്ദർഭത്തിലാണ് പ്രവാചകൻ ഇത് വിശദീകരിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിലാണ് ഉഖാശ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ എന്നെ അതിലൊന്ന് ഉൾപ്പെടാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇജ്അൽഹു മിൻഹും,
അള്ളാഹുവേ ഉക്കാശയെ അതിൽപ്പെടുത്തണേ. അപ്പോഴാണ് ഫഖാമ ഇലൈഹി റജുലുൻ ആഖർ, മറ്റൊരാൾ എഴുന്നേറ്റ് നിന്ന് പ്രവാചകന് പറഞ്ഞു, പ്രവാചകരെ എന്നെയും അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഉക്കാശ അത് കൊണ്ടുപോയി. നോക്കി, ഒരു ചാൻസേ ഉള്ളൂ. ആ ഒരു ചാൻസ് ആര് ഉപയോഗപ്പെടുത്തി? ഉക്കാശ ഉപയോഗപ്പെടുത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ വരുന്ന ഒന്നാണ് പരിശുദ്ധ റമദാനും. അടുത്ത ചാൻസ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഒരു അവസാനത്തെ ചാൻസ് ആവും, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ലൊരു ചാൻസ് ആവും. ആ ചാൻസ് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിന്റെ അവസാനത്തെ 10 ആ പ്രവാചകന് കിട്ടിയ അവസരമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാന്റെ റസൂല് എവിടെയായിരുന്നു? പ്രവാചകൻ 10 ദിവസവും പള്ളിയിലാണ്. പ്രവാചകന്റെ ആ ഹദീസ് നമ്മൾ കേട്ടതാണ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഖലൽ അശ്റു ശദ്ദ മിഅ്സറഹു വഅഹ്യാ ലൈലഹു വഅയ്ഖല അഹ്ലഹു. നോക്കൂ, ഈ ഹദീസിൽ തന്നെ പ്രവാചകൻ സ്വന്തമല്ല, തനിക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസരത്തിൽ തന്റെ കുടുംബക്കാരെയും തനിക്ക് താൻ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളെ മുഴുവൻ വിളിക്കാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വലിയ ഒരു ഗുണപാഠമാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമുക്ക് നൽകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സദ്ദ മിഅ്സറഹു വഅഹ്യാ ലൈലഹു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് പ്രവാചകൻ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പ്രവാചകൻ തന്റെ കാര്യം മാത്രം നോക്കിയല്ല, നാളെ പരലോകത്തെത്തിയിട്ട് നരകത്തിൽ നിന്ന് നിന്റെ നഫ്സിനെയും നിന്റെ കുടുംബക്കാരെയും കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നീ കാത്തോളണം എന്ന് അല്ലാഹു പറഞ്ഞ. ഖു അൻഫുസകും വഅഹ്ലീകും നാറാ. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണം. ഏത് നരകം? മനുഷ്യരെയും കല്ലിനെയും കത്തിക്കുക. വിറക് കത്തിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിന്. കല്ല് കത്തുക, മനുഷ്യരെ കത്തിക്കുക. കല്ലും മനുഷ്യരും വിറകാകുന്ന ആ നരകത്തിയിൽ നിന്ന് നിന്നെയും നിന്റെ കുടുംബക്കാരെ രക്ഷിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തെ 10 പ്രവാചകൻ ഒന്ന് മുണ്ടും കുറുക്കിയെടുക്കും. എന്നിട്ടോ അഹ്യാ ലൈലഹു, രാത്രി കുടുംബക്കാരെ മുഴുവൻ വിളിക്കും. ഇപ്പൊ മക്കളെ വിളിക്കാൻ പോയില്ല. പ്രവാചകൻ മകളെ മാത്രല്ല, പ്രവാചകന്റെ ഒരു ഹദീസിൽ കാണാൻ കഴിയും, അന്നഹു കാന യതുർഖു ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വാതിൽ മുട്ടാണ്. അലിയിന്റെയും ലൈലൻ, രാത്രിയിൽ ഫയഖൂലു ലഹുമാ, അവരോട് രണ്ടുപേരോടും ചോദിക്കാണ്, അല്ലാ തഖൂമാനി, നിങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റില്ലേ? ഫതുസല്ലിയാനി, നമസ്കരിച്ചിട്ടില്ലേ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഉണ്ട്. ഇവിടെ മോളെ മാത്രല്ല വിളിച്ച്. ഇപ്പൊ നമ്മുടെ കുടുംബത്തിലൊക്കെ മക്കളോട് സംസാരിക്കാൻ പേടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ കാര്യത്തിൽ മക്കളോട് സംസാരിക്കുന്നതിന് ഒരു പേടി വേണ്ട. അവിടെ സൈക്കോളജി ഇല്ലേ മറ്റേ എന്നൊന്നും നോക്കണ്ട, സൈക്കോളജി ഒക്കെ ഉണ്ട്. പക്ഷെ ഇസ്ലാമിന്റെ കാര്യം നിർവഹിക്കുന്നില്ലെങ്കിൽ ഒരു വാപ്പാക്ക് ചോദിക്കാം. കാരണം ആ വാപ്പ വളർത്തുന്നത് നരകത്തിലെ വറകൊള്ളിയല്ല, നരകത്തിലെ വിറകുള്ളിൽ ഉണ്ടാക്കിയല്ല പുരയില്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മകളെ വിളിക്കുന്നു. അപ്പൊ മോളെ വിളിക്കുമ്പോ എങ്ങനാപ്പോ മരോനെ വിളിച്ചാപ്പോ ഓനിപ്പോ എന്താ വിചാരിക്ക? അമ്മോച്ചൻ കാക്ക അങ്ങനെ വിചാരിച്ചില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മോളെ വിളിച്ചപ്പോ മരോനോട് എണീക്കാൻ പറയാണ്. നോക്കി, മക്കളെ വിളിച്ചുണർത്തുന്ന വാപ്പ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. ഇപ്പൊ മോളൊക്കെ വലുതായി പോയി, ഇപ്പൊ എങ്ങനെയാ പിന്നെ ഓളോട് പറയാ? ഓളിപ്പോ കല്യാണം കഴിച്ച് ഓലൊരു കുടുംബമായി. അള്ളാന്റെ റസൂലല്ല പ്രിയപ്പെട്ടവരെ നമുക്ക് മാതൃക. പല ആളുകളും ചോദിക്കാണ്, ഓര് വലുതായി പോയാലും ഓരോട് എങ്ങനെ പറയാൻ? ഓള് +2 അല്ലേ, ഡിഗ്രി അല്ലേ, ഓനോടിപ്പോ ഞാൻ എങ്ങനെ പറയാ? അള്ളാന്റെ റസൂലാണോ നമുക്ക് മാതൃകയെങ്കിൽ ആ പ്രവാചകൻ വളർത്തിയ കുടുംബത്തിൽ ആ പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റുമില്ല, നമുക്കത് പറയാം. അതിലൊരു സൈക്കോളജി ഇല്ലാത്ത പ്രശ്നമോ ഒന്നും അന്വേഷിക്കേണ്ടതില്ല. ഇസ്ലാമിന്റെ കാര്യമാണ് മോളെ, നാളത്തെ വിഷയമാണ് മോനെ, നാളത്തെ വിഷയമാണ്. അതുകൊണ്ട് പ്രവാചകൻ അത് നിർവഹിച്ചു. ആ ഒരു കാര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഗ്രത കാണിച്ചു. ഞാൻ പറഞ്ഞെന്താ വെച്ചാല് ഇതൊരു ചാൻസാ.
ഈ അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു ചാൻസാ. അത് വാപ്പ ശരിയാക്കുമ്പോ വാപ്പ ഓർക്കണം, മക്കളെയും കുടുംബക്കാരെയും പെണ്ണുങ്ങളെയും ഒക്കെ വിളിക്കണം. നോക്കൂ, ഏറ്റവും നല്ല പെണ്ണിനെ പറ്റി പറഞ്ഞതെന്താ? ഏറ്റവും നല്ല കുടുംബത്തെ പറ്റി പറഞ്ഞതെന്താ? ഭാര്യ ഇങ്ങനെ എഴുന്നേറ്റപ്പോ ഭർത്താവ് ഉറങ്ങണ ഭർത്താവിന് വിളിച്ചോടുത്തി, നിസ്കരിക്കാൻ സമയം, എണീക്ക് എന്ന് പറഞ്ഞിട്ട് ഭർത്താവിന് ക്ഷീണത്തിന്റെ പേരിൽ തലേന്ന് ഈ കുടുംബത്തിന് വേണ്ടി ഓടിയ ഭർത്താവ് ക്ഷീണം കൊണ്ട് ഉറങ്ങിയാണ്. അവസാനം ആ ഭാര്യ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. അവസാനം ചെറിയ വെള്ളമെടുത്തുകൊണ്ട് ഒന്നിങ്ങനെ തടവാണ്. അങ്ങനെ ഒന്ന് വെള്ളം പാരല്ല, വെള്ളം എടുത്തിട്ട് ഒന്ന് കൊടയാണ്. ആ കൊടയുടെ സ്നേഹബന്ധാണ്. ആ സ്നേഹബന്ധത്തിന്റെ ദൃഢതയാ കാണിക്കുന്നത്. റഹിമല്ലാ, അള്ളാഹു അവർക്ക് റഹ്മത്ത് ചൊരിയട്ടെ ആ പെണ്ണിന്. നേരെ മറിച്ചും ഭാര്യ അടുക്കളയിലും വീടിന്റെ പണിയും എടുത്തെടുത്ത് ക്ഷീണിച്ചിരിക്കുന്ന ആ ഭാര്യ രാത്രി ഉറങ്ങിയപ്പോ ഭർത്താവ് എഴുന്നേറ്റപ്പോ ഓളിങ്ങനെ ഉറങ്ങാണ്. ഓളെ വിളിച്ചു, എഴുന്നേൽക്കാൻ കഴിയില്ല ക്ഷീണം കൊണ്ട്. അങ്ങനെ അവസാനം ഭർത്താവ് വെള്ളമെടുത്തൊന്നു കുടഞ്ഞു, അവളെ എഴുന്നേൽപ്പിച്ചു. അവർ രണ്ടുപേരും നമസ്കരിച്ചു. റഹിമല്ലാ, അള്ളാഹു ആ ഭർത്താവിന് റഹ്മത്ത് ചൊരിയട്ടെ. ഇവിടെ കുടുംബക്കാരെ മൊത്തം വിളിച്ചുകൊണ്ട് വരികയാണ് അവസാനത്തെ 10. ഒരാൾ നമ്മളെന്ത് ശ്രദ്ധിക്കണം? നമ്മൾ അവസാനത്തെ 10ലേക്ക് പള്ളിയിലേക്ക് വരുമ്പോ നമ്മുടെ വീട്ടിൽ മക്കളുണ്ടെങ്കിൽ, മരുമക്കളുണ്ടെങ്കിൽ, വീട്ടിൽ ആളുകളുണ്ടെങ്കിൽ എല്ലാരെയും കൂട്ടി പോരി. എന്നിട്ട് അവസാനത്തെ 10 നമുക്ക് ഏറ്റവും ഹൈറാക്കി മാറ്റണം. അള്ളാഹുവിന്റെ റസൂല് ആ അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ പരിശ്രമിക്കുന്നത്? അള്ളാഹുവിനു അനുസരിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിന്റെ കൽപ്പനകളെ ജീവിതത്തിൽ മുഴുവൻ ഞാൻ പ്രാവർത്തികമാക്കുന്നു റബ്ബേ എന്ന് തെളിയിക്കാൻ. ഏറ്റവും ഉന്നതനായ റബ്ബിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട്, അതുപോലെ ഏറ്റവും നല്ല സ്വാലിഹായ അമലുകളിൽ മുന്നേറുന്നതിന് വേണ്ടി, അതുപോലെ ഖൈറുകളെ കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി, അതുപോലെ തനിക്ക് സാധിക്കുന്നത്ര ഖൗലും അമലും ഒക്കെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി സിർറൻ വ അലാനിയ, രഹസ്യമായും പരസ്യമായും പടച്ചതമ്പുരാനിലേക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി, വറഗബതൻ ഫീമാ ഇൻദൽ അസീസിൽ ഗഫാർ, ഗഫാറായ അസീസായ റബ്ബിന്റെ അടുക്കലുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 ഇങ്ങനെ ചെയ്യുന്നത്. പ്രവാചകന്റെ ഹദീസ് വിശദീകരിച്ചിട്ട് അതിന്റെ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ത്യാഗം ചെയ്യുന്നത്, അത്രമാത്രം ത്യാഗമാണ് പ്രവാചകൻ ചെയ്യുന്നത്. അവസാനത്തെ 10 പ്രവാചകൻ മറ്റു ദിവസങ്ങളിലെ പോലെ അല്ലാതെ അവസാനത്തെ 10 കാന അജ്വദു മാ യകൂനു ഫീ റമളാന ഹീന യൽഖാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുമ്പോ അവസാനത്തെ 10 ഒറ്റയിട്ട രാവിലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദു ഏറ്റവും കൂടുതൽ ഔദാര്യം ചെയ്യുന്ന ആളാണ്. വകാന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം യൽഖാഹു കുല്ല ലൈലത്തിൻ, റമളാനിന്റെ എല്ലാ രാത്രികളിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. ഹത്താ യൻസലിഹ യഅരിദു അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുർആൻ, എന്നിട്ട് ഖുർആൻ പ്രവാചകന് ഇങ്ങനെ ഓതി കൊടുക്കുകയാണ്. പ്രവാചകൻ തിരിച്ചങ്ങോട്ട് ഓതി കൊടുക്കുന്നു. ഫഇദാ ലഖയഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അങ്ങനെ ജിബ്രീലിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിലൊക്കെയും കാന അജ്വദ് ബിൽ ഖൈരി മിൻ റീഹിൻ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തിച്ചിരുന്നു എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് അള്ളാന്റെ റസൂലാണ്. റസൂല് സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞ പ്രവാചകനാണ്. സ്വന്തം കുടുംബക്കാരെ തന്നാൽ കഴിയുന്ന ആളുകളെ ഒക്കെ ഹയാത്താക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ അള്ളാന്റെ തൃപ്തി, അള്ളാഹ് പറഞ്ഞതനുസരിക്കാം, അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന പ്രവർത്തനം ചെയ്യാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇരുന്നിട്ട് പ്രാർത്ഥിക്കാം. അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുക, പാപമോചനത്തിന് വേണ്ടി അങ്ങേയറ്റം ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് കണ്ടിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ചോദിക്കുന്നത്. ആ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോ പ്രവാചകൻ പറഞ്ഞു, ഈ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ. ആ നിർണിതമായ രാത്രി 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമുള്ള ഒരു രാത്രി ഉണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, പ്രവാചകരെ, അങ്ങ് ഞങ്ങളെ കൂടെ ഇല്ല, ഞങ്ങളൊക്കെ പള്ളിയിലാണ്, പക്ഷെ ഇങ്ങനെ ഒരു ദിവസം, ഇത്രമേൽ ശ്രേഷ്ഠമായ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ പ്രവാചകരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നല്ലൊരു ചാൻസ് അല്ലേ? ആ ചാൻസിൽ പ്രവാചകരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, قلت يا رسول الله أرأيت إن علمت أي ليلة القدر ما أقول فيها.
ഇങ്ങനെ ലൈലത്തുൽ ഖദറാണ് ഇന്ന് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് പ്രവാചകരെ ഞാൻ പറയേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹദിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ ഫഅഫു അന്നീ എന്ന് പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കൂ പ്രിയപ്പെട്ടവരെ, തന്റെ പാപങ്ങളെ ഓർത്ത് പടച്ച തമ്പുരാന്റെ മുമ്പിൽ പറഞ്ഞിട്ട് പൊറുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തിക്കോളി എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യക്ക് പറഞ്ഞു കൊടുത്ത്. തന്റെ ഹൃദയത്തിലുള്ള പാപക്കറകളെ മുഴുവനും ശുദ്ധി നേടണം. അങ്ങനെ എല്ലാ പാപങ്ങളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ പറ്റിയ അവസാന സമയം, എവിടെങ്കിലും ചെറിയ ഗില്ലോ അല്ലെങ്കിൽ പകയോ വിദ്വേഷമോ വെറുപ്പോ ഒന്നുണ്ടെങ്കിൽ എല്ലാം മാറ്റാനുള്ള അവസാനത്തെ സമയം ഇപ്പോഴും മാറ്റാത്തവരുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10-20 ദിവസം നോമ്പ് നോറ്റിട്ട് പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരണമെങ്കിൽ ഹൃദയത്തിലുള്ള ശുദ്ധീകരണം വരുത്തണം, അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പോലും ഉമ്മനോട് മിണ്ടാത്ത ആളുകൾ പെടും. ഉപ്പനോട് മിണ്ടാത്ത ആളുകൾ, സഹോദരങ്ങളോട്, സ്വന്തം ഭാര്യയോട് പോലും സംസാരിക്കാത്ത ഭർത്താക്കന്മാർ, സ്വന്തം ഭർത്താവിനോട് സംസാരിക്കാത്ത ഭാര്യമാർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും? ഹൃദയത്തെ ശുദ്ധമാക്കാൻ വേണ്ടിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തിലുള്ള തന്റെ കൂടെയുള്ള ആളുകളോട് പറയാണ്, ഇരുന്ന് പ്രാർത്ഥിച്ചോളി അള്ളാഹുവിനോട്. പക്ഷെ പ്രാർത്ഥനയ്ക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് അല്പമെങ്കിലും ഒരു മഴം വരട്ടെ, അല്പമെങ്കിലും ഒരു മൃദുലം വരണ്ടേ. പക്ഷെ ഇപ്പോഴും വാശി പിടിച്ച് നടക്കുന്ന മനുഷ്യര്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാശിയുടെ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ദേശത്തിന്റെ വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ എന്തെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ അവസാനം അത് കൂടി കളഞ്ഞിട്ട് അത് സ്വർഗത്തിൽ കിടക്കൂ. സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളുടെ വിശേഷണം പറഞ്ഞല്ലോ അല്ലാഹു, അസ്ഹാബുൽ ജന്നതി ഹും ഫീഹാ ഖാലിദൂൻ. അസ്ഹാബുൽ ജന്നത്തി, സ്വർഗത്തിന്റെ ആളുകൾ, അവർ അവിടെ ശാശ്വതരാ. അവരെന്താ? വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ തജ്രി മിൻ തഹ്തിൽ അൻഹാറു വഖാലു അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ആ സ്വർഗത്തിലേക്ക് സിറാത്ത് പാലടി കടന്നു പോയിട്ട് സ്വർഗത്തിൽ കിടക്കുന്ന ആൾക്കാർ പറയുന്ന രംഗത്, ആ ഒരു കാര്യം നിർവഹിച്ചിട്ടേ അങ്ങോട്ട് കടത്തു. അവര് ആ സ്വർഗത്തിന്റെ ആളുകൾ നാം ഊരിയിട്ടുണ്ട് അവരുടെ ഹൃദയത്തിൽ നിന്നും എല്ലാ തരത്തിലുള്ള വാശിയും വക്കാണവും പടക്കവും എല്ലാം എല്ലാം അങ്ങനത്തെ കൃത്യമായ ആൾക്ക് അവിടെ കയറാൻ പറ്റും. സ്വർഗത്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് വിട്ടുകൊടുക്കുക. ആരോടെങ്കിലും ദേഷ്യമോ വെറുപ്പോ അസൂയ വിദ്വേഷമോ വാശിയോ ഉണ്ടെങ്കിൽ എന്തിനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വാശി? എവിടെ വരെയുള്ളൂ? നമ്മുടെ മരണം വരെയുള്ളൂ. മരണം വരെ നമ്മൾ വാശി പിടിച്ച് നടന്നാൽ നമുക്ക് നഷ്ടപ്പെടുന്ന എന്താ? ദുനിയാവിലും നഷ്ടം. അതൊക്കെ നമ്മൾ വാശി പിടിക്കുമ്പോ എവിടെയെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്കെങ്കിലും കണ്ണീര് വരൂലേ? പടച്ചോനെ, എന്തിനാണ് എന്റെ ഉമ്മ ഇങ്ങനെ വാശി പിടിക്കുന്നത്? എന്തിനാണ് എന്റെ ഉമ്മ ഇങ്ങനെ വാശി പിടിക്കുന്നത്? എന്തിനാണ് എന്റെ മക്കൾ ഇങ്ങനെ വാശി പിടിക്കുന്നത്? എന്തിനാണ് എന്റെ ഭർത്താവ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? എന്തിനാണ് എന്റെ ഭാര്യ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്ന് എവിടെയെങ്കിലും ഒരാളെങ്കിലും അപ്പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ ആ വിഷമം മതി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ബർക്കത്ത് നഷ്ടപ്പെടാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വാശി പിടിച്ച് അല്ലെങ്കിൽ അസൂയപ്പെട്ട് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇഹലോക ജീവിതത്തിനും നഷ്ടമാണ്, പരലോക ജീവിതത്തിനും നഷ്ടമാണ്. പരലോകത്തേക്ക് എല്ലാ എല്ലിനെയും ഒഴിവാക്കി ഹൃദയത്തെ മുഴുവൻ ശുദ്ധീകരിച്ച ആൾക്ക് മാത്രമേ അങ്ങോട്ട് കടക്കാൻ പറ്റൂന്ന്. അവരാ പറയാ, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ പഠിച്ചോനെ, നീ ആ ഒരു വെളിച്ചം തന്നില്ലായിരുന്നുവെങ്കിൽ ഒരാൾക്കും ആ വെളിച്ചം തരാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ, ഇത് കേട്ട് ഇത് മനസ്സിലാക്കി ഇതാണ് പടച്ച തമ്പുരാന്റെ വാക്കെങ്കിൽ ഞാൻ എല്ലാ വാശിയും അവസാനിപ്പിച്ച് പടച്ച തമ്പുരാനെ, ഞാൻ നിന്നെ അനുസരിക്കുന്നവളായി ഞാൻ ജീവിക്കും എന്ന് പറയാൻ നമുക്ക് കഴിയുമ്പോഴാണ് നാളെ ഈ ഒരു അൽഹംദുലില്ലാ എന്ന് നമുക്ക്
നമുക്ക് പറയാൻ പറ്റൂ. അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ, അങ്ങനെ ഖൽബ് സലീമായവർക്ക് മാത്രമേ അവിടെ രക്ഷപ്പെടാൻ കഴിയൂ. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഹൃദയത്തോടു കൂടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ രക്ഷപ്പെടണമെങ്കിൽ ഹൃദയം ശുദ്ധീകരിക്കണം. അങ്ങനെ ഹൃദയം ശുദ്ധീകരിക്കാൻ കിട്ടിയ ഒരവസരം 20 ദിവസം കഴിഞ്ഞ് ഇനി 10 ദിവസം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയുണ്ട് അവസരം. ഇനിയുണ്ടോ? ഇതൊക്കെ പറയുമ്പോ നമുക്ക് 100 കാരണം ഉണ്ടാവും. നമ്മൾ എങ്ങനെയാ വിട്ടുകൊടുക്കുക, നമ്മൾ എങ്ങനെയാ പള്ളിയിലേക്ക് വരിക, ഇതൊക്കെ എങ്ങനെയാ ഒഴിവാക്കുക, അതൊക്കെ എങ്ങനെയാ മാറ്റിവെക്കുക, ഇങ്ങനെ 100 കൂട്ടം കാരണങ്ങൾ പറഞ്ഞ് പള്ളിയിലാകുമ്പോ ഉറങ്ങാത്ര കഴിയോ, അവിടെ കിടക്കുമ്പോ അങ്ങനെ നേരെ നിവർന്ന് കിടക്കാൻ കഴിയില്ല, എനിക്ക് എന്റെ ബെഡിലെ കിടക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് പ്രിയപ്പെട്ട സഹോദരങ്ങള് പലർക്കും പല കാരണങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് യുവാക്കൾക്കും കുട്ടികൾക്കൊക്കെ പറയും, അതൊന്നും ഇപ്പൊ വേണ്ടാന്ന്, ഇപ്പൊക്കെ നമ്മുടെ നല്ല കാലല്ലേ, പിന്നീട് ആവാം എന്ന് പറയുന്ന യുവാക്കളും കുട്ടികളും ഉണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് നിമിഷവും ജീവിതം മാറി മറിയാം. യുവാക്കളായ ആളുകളും കുട്ടികളായ ആളുകളും സ്ത്രീകളും യുവതികളായ സ്ത്രീകളും ഒക്കെ ചിന്തിക്കുക, ഒരു ചെറിയ നിമിഷം മതിട്ടോ ജീവിതം മാറാൻ. നോക്കൂ, ഇന്നലെ വരെ നല്ല രൂപത്തിൽ ഈ വർഷത്തെ റമദാന് പോലും ഭംഗിയാക്കണം എന്ന് വിചാരിച്ച ഒരു കുടുംബം, നമ്മുടെ ഈ അടുത്ത പ്രദേശത്തുള്ള ഒരു കുടുംബം, അതിലുള്ള സഹോദരി ബൈക്കിൽ നിന്ന് വീണതാണ്. അവരുടെ റമദാൻ നോക്കൂ, അവരുടെ റമദാൻ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പൊ ഒരു സഹോദരൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഉമ്മാക്ക് ഒരു അസുഖം, ഒരു തലയിൽ എന്തോ ഒരു അസുഖം, ഒരു വൈറസ് കയറിയപ്പോ അവരാകെ അവരുടെ തലയിലെ എല്ലുകൾ എടുത്ത് മാറ്റുകയും അതുപോലെ കണ്ണെല്ലാം പോകുന്ന ഒരവസ്ഥ വരെ ഉള്ള വളരെ ക്രിട്ടിക്കലായ ഒരു സ്റ്റേജിലാണ് എന്ന് പറഞ്ഞു. വെല്ലൂരാണ് അവരുള്ളത് എന്ന് പറഞ്ഞു. നോക്കൂ, നിമിഷ നേരങ്ങളെ കൊണ്ട് മതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതം മാറാൻ. യുവാക്കളായ ആളുകളെ, കുട്ടികളെ, നിങ്ങൾ വിചാരിക്കണ്ട എന്റെ ജീവിതം എന്ന് പറഞ്ഞത് കുറെ അകലെയുണ്ട് എന്നൊന്നും വിചാരിക്കണ്ട. ഈ കിട്ടിയ റമദാൻ ഒരുപക്ഷെ നമ്മുടെ അവസാനത്തതും നമുക്ക് ആരോഗ്യമുള്ളതുമായ ഒരു റമദാനാകും. അല്ലാതെ നമ്മളിങ്ങനെ വിചാരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് ഒരു ചെറിയ ഞരമ്പിന്റെ തളർച്ച മതി സഹോദരികളെ, സഹോദരിമാരെ. എല്ലാം നിന്ന് നിൽക്കാൻ, എല്ലാ ഓട്ടവും നിൽക്കാൻ, എല്ലാ പണികൾ നിൽക്കാൻ അന്ന് നിന്നാലോ എല്ലാത്തിനും സമയം ഉണ്ടാവും, എല്ലാത്തിനും നമുക്ക് ചെയ്യാനുള്ള സമയവും ഒക്കെ ഉണ്ടാവും. പക്ഷെ അന്ന് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ആലോചിച്ച്, ഒരാളെ കാത്തു നിൽക്കുന്ന, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരാളെ കാത്തു നിൽക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകുന്ന രംഗമൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മക്കളെ കാത്തു നിൽക്കുന്ന, ഒരു സഹായിയെ കാത്തു നിൽക്കുന്ന, നമസ്കരിക്കാൻ വേണ്ടി ഒതുവെടുക്കാനൊന്ന് ആ പൈപ്പിന്റെ ചുവട്ടിലേക്കൊന്ന് പോകാൻ മക്കളൊന്നും ഒന്ന് കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് കാത്തു നിൽക്കുന്ന അവസ്ഥ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആർക്ക് വരില്ല എന്നാ ഉറപ്പുള്ളത്? ആർക്കും വരും. അതിനു മുമ്പ് കിട്ടിയ ഈ ചാൻസിനെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇതൊക്കെ വരുന്നതിന് മുമ്പ് കിട്ടിയ ഒരു റമദാനാണെങ്കിൽ നമുക്കൊന്നിരിക്കാം അള്ളാഹുവിന്റെ പള്ളിയിൽ, നമുക്കൊന്നിരിക്കാം പടച്ചതമ്പുരാന്റെ തൃപ്തിയിൽ, നമുക്കൊന്നിരിക്കാം റബ്ബിന്റെ സവിധത്തിൽ. നമുക്ക് റബ്ബിനോടൊന്ന് പറയാം, നമ്മുടെ കാര്യങ്ങളൊന്ന് തുറന്നു പറയാം, നമ്മുടെ തെറ്റുകൾ അള്ളാഹുവിനോടൊന്ന് തുറന്നു പറയാം. നമ്മൾ ചെയ്തിട്ടില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? കണ്ണുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ലേ? ഹൃദയം കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഒരുപാട് തിന്മകൾ വിചാരിച്ചു പോയിട്ടില്ലേ? നമ്മുടെ കൈകാലുകളെ കൊണ്ട് നമ്മൾ ചെയ്തു പോയിട്ടില്ലേ? ആരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൊബൈലിലും വാട്സാപ്പിലും നമ്മുടെ PC-കളിൽ നമ്മുടെ പ്രൈവറ്റ് ഡിവൈസുകളിൽ നമ്മൾ കളിക്കുമ്പോൾ ആരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തെറ്റുകളിലേക്കൊന്ന് നോക്കിപ്പോകാത്തത്, തെറ്റുകളൊന്നും വിചാരിച്ചു പോകാത്തത്? ഉണ്ടാകും, എല്ലാവരും വിചാരിച്ചു പോകും. മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാണ്. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൊറുക്കാൻ തയ്യാറുള്ള പടച്ചതമ്പുരാൻ 10 ദിവസവും അതിൽ തന്നെ ഒരു ദിവസം 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു ദിവസം നൽകിയിട്ട് ഒന്ന് വന്നിരുന്ന് എന്നോടൊന്ന് ചോദിക്ക്, ഞാൻ നിനക്ക് പൊറുത്തു തരാം എന്ന് റബ്ബ് പറയുമ്പോ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരികളെ, ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവനും ഒന്നിരുന്നൊന്ന് റബ്ബിനോടൊന്ന് പ്രാർത്ഥിച്ചുകൂടെ? ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറാകണം. അങ്ങനെ നമ്മൾ തയ്യാറാകുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോഴാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദ് എന്ന് പറയുമ്പോ, പ്രവാചകൻ അജ്വദ്
അതിന്റെ സൂപ്പർലെറ്റീവ് ഡിഗ്രിയിലാണ് പറഞ്ഞത്. പ്രവാചകൻ ഏറ്റവും വലിയ ഔദാര്യവാനായി എന്തിന് സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞ പ്രവാചകൻ നമ്മൾ 60 ആണ്ട ജൂതെങ്കിലും ആയാൽ മതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നിലക്ക് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഒന്നിരിക്കാൻ നമ്മൾ തയ്യാറാകുക. 2, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് പറയണ്ടേ, പടച്ചവനോട് ശുക്ർ പറയണ്ടേ, അൽഹംദുലില്ലാ എന്ന് പറയണ്ടേ. നോക്കൂ, നമ്മളിങ്ങനെ നടക്കുന്നുണ്ട്. ചെറിയ ഒരു തളർച്ച മതി കിടന്നുപോവാൻ, ഇരിക്കാൻ, എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഇരുന്നു പോകാൻ, കിടന്നു പോകാൻ നിമിഷ നേരങ്ങൾ മതി. അൽഹംദുലില്ലാ, റബ്ബേ ഇവിടെ വന്ന് നിൽക്കാൻ, സംസാരിക്കാൻ, വാഹനത്തിൽ കയറാൻ, ഭക്ഷണം കഴിക്കാൻ, നോമ്പ് നോൽക്കാൻ, വീട്ടിൽ തന്റെ മക്കളോടൊപ്പം കളിക്കാൻ, അതുപോലെ പെൺകുട്ടികളെ വീട്ടിൽ കാഴ്ചടത്തേക്കൊന്ന് പോകാൻ, അവിടെ ഇഫ്താറിന് പങ്കെടുക്കാൻ, എല്ലാത്തിനും പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ അനുഗ്രഹമല്ലേ, നടക്കാനുള്ള അനുഗ്രഹമല്ലേ? യുവാക്കളെ, കുട്ടികളെ, നിങ്ങളോടാണ് പറയാനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കാണാനുള്ള കണ്ണ് നിങ്ങൾക്ക് അനുഗ്രഹമാണ്, കേൾക്കാനുള്ള ചെവി അനുഗ്രഹമാണ്, ചിന്തിക്കാനുള്ള ഈ നിങ്ങളുടെ ചിന്താശേഷി അനുഗ്രഹമാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കുട്ടികളെ, ഇങ്ങനെ നടന്നുകൊണ്ട് ക്യാമ്പസിലേക്കും എല്ലാത്തിലേക്കും നിങ്ങൾക്ക് പോകാൻ അവസരം നൽകിയത് പടച്ചതമ്പുരാനാ. ആ പടച്ചതമ്പുരാനോട് വന്നിരുന്നിട്ട് റബ്ബിനോടൊന്ന് പറയണം, പടച്ചതമ്പുരാന് അൽഹംദുലില്ലാ, എത്ര കുട്ടികളാണ്, എത്ര യുവാക്കളാണ് കിടന്ന് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും അള്ളാഹുവിന്റെ അടുക്കലേക്ക് എപ്പോഴാണ് ഞാൻ പോകുക എന്ന് നോക്കി നിൽക്കുന്ന എത്ര യുവാക്കളും എത്ര കുട്ടികളുമാണ്. അവിടെ നിന്നാണ് അൽഹംദുലില്ലാ എന്നെ അള്ളാഹു ഈ രൂപത്തിലാക്കിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് നൽകിയ നിഅമത്തുകളെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന് നിങ്ങൾ ശുക്ർ രേഖപ്പെടുത്തുക. ആ നിഅമത്തുകൾ റബ്ബ് പിടിച്ചു വെച്ചാൽ കഴിഞ്ഞു. അവനല്ലാതെ പിന്നെ അത് മാറ്റിയെടുക്കാൻ, തിരിച്ചു തരാൻ പ്രിയപ്പെട്ടവരെ മറ്റൊരാൾക്കും സാധ്യമല്ല. എങ്കിൽ ആ തന്ന റബ്ബിനോട് ഒന്ന് നന്ദി കാണിച്ചു നോക്കൂ. നിങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ ഇരട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. മതി, എനിക്ക് കിട്ടിയത് അൽഹംദുലില്ലാ എന്ന് നമ്മളൊന്ന് പറഞ്ഞു നോക്കൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ് അങ്ങനെ പറയാൻ, പാപം പൊറുപ്പിക്കാൻ, കിട്ടിയ നന്മകൾക്ക് ശുക്ർ രേഖപ്പെടുത്താൻ നമ്മളൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഹൈറും ബർക്കത്തുമാണ്. മാത്രമല്ല മനസ്സിന് വല്ലാത്ത റാഹത്താണ്. അതുകൊണ്ടാണ് ഇതൊന്നും കിട്ടാത്ത മനുഷ്യൻ അവർ നശിച്ചു പോകട്ടെ. പാപം പൊറുക്കപ്പെടാത്തതിന് മുമ്പ് ഒരു റമദാൻ വന്നിട്ടും പാപം പൊറുക്കപ്പെടാതെ വന്ന ആള് അവന് അങ്ങനത്തെ ആളുകൾ നശിച്ചു പോകട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോ പ്രവാചകൻ ആമീൻ പറഞ്ഞു പോയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിലല്ല നമ്മൾ പെടേണ്ടത്, മറിച്ച് നമ്മൾ പെടേണ്ടത് ആ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ട് അവസാനത്തെ 10 വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച ആ ദിനങ്ങളിലെ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ബർക്കത്താക്കപ്പെട്ട മലക്കുകൾ ഇറങ്ങി വരുന്ന സമാധാനത്തിന്റെ രാത്രിയുള്ള ഒരു വർഷത്തെ നമ്മുടെ കഥകൾ മുഴുവൻ രേഖപ്പെടുത്തുന്ന അന്ന് രാത്രി നമസ്കരിക്കുന്നവർക്ക് മുഴുവൻ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞ ആ ദിവസങ്ങൾ വരുന്ന ആ ദിവസത്തിലേക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നെങ്കിലും മനസ്സ് വെച്ചുകൊണ്ട് നിർവഹിക്കുവാൻ നമ്മളൊന്ന് പരിശ്രമിച്ചാൽ അൽഹംദുലില്ലാ നമ്മുടെ ജീവിതത്തിലെ 83 വർഷം ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്നത് 60 വർഷമായിരിക്കും, അല്ലെങ്കിൽ ഒരു 40 വർഷം 50 വർഷമോ 70 വർഷമായിരിക്കും. പക്ഷെ ഒരൊറ്റ രാത്രി കൊണ്ട് 83-ലധികം വർഷം നമുക്ക് പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം കിട്ടുന്ന ആ ഒരു ദിവസത്തെ ഓർത്തുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരമാവധി വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ എല്ലാ ആളുകൾക്കും നമസ്കാരങ്ങളിൽ തിരിഞ്ഞു നിൽക്കാൻ ഓരോ സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യ്, നിങ്ങൾ ചെയ്യേണ്ടത് സൽപ്രവർത്തനങ്ങൾക്കായി മുന്നോട്ട് പോകുക. നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളെയെല്ലാം ഒന്നിച്ചു കൊണ്ടുവരുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് റബ്ബ് നമ്മളോട് പറഞ്ഞ ആ ആയത്തിനെ അന്വർത്ഥമാക്കുന്ന തരത്തിൽ നന്മകളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നേറാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതം പരിശുദ്ധവും പരിപൂർണവുമാക്കി തീർക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. അവസാനത്തെ 10 ഇഅ്തികാഫ് നമുക്ക് ഇരിക്കാൻ കഴിയുന്ന ആളുകൾ ഇരിക്കുക. അതിൽ പരമാവധി ദിക്റുകൾ വർദ്ധിപ്പിക്കുക. നാവിന് എളുപ്പമുള്ള സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം പോലെയുള്ള ദിക്റുകൾ നമ്മൾ ധാരാളമായി ഉരുവിടുക. അതിനു പുറമെ ഇസ്തിഗ്ഫാർ നമ്മൾ വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി സലാസ وغفرت له ذنوبه وإن كان فارا من الزحف. ഒരു നുരയേക്കാൾ അധികം പാപങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടും എന്ന് പറഞ്ഞതുകൊണ്ട് ഇസ്തിഗ്ഫാർ നമ്മൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. അതുപോലെ നമ്മുടെ പാപങ്ങൾക്കൊക്കെ ഉള്ള പ്രായശ്ചിത്തം എന്ന നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ദാനധർമ്മങ്ങൾ ധാരാളമായി ചെയ്യുക. അതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് പറയേണ്ട പ്രാർത്ഥന, നേരത്തെ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ആ പ്രാർത്ഥന തന്നെ, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ ഈ ദിവസത്തിന്റെ അവസാനത്തിൽ ഫിത്ർ സക്കാത്ത് നമ്മുടെ എല്ലാം ശുദ്ധീകരിച്ച് നമ്മുടെ ശരീരവും നമ്മുടെ സമ്പത്തും ശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് സമ്പത്തിന്റെ ശുദ്ധീകരണമായ ഫിത്ർ സക്കാത്ത് കൂടി നമ്മൾ കൊടുത്ത് ശുദ്ധീകരിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും നല്ല വ്യക്തിത്വത്തിന്റെ ഉടമകളായി തീരാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. കാരണം ഇത് ഒരു അവസരമാണ്. കാരണം ഇന്നിപ്പോ ഫലസ്തീനികൾക്ക് നമ്മൾ ആലോചിച്ചു പോകും, ഫലസ്തീനിലെ സഹോദരങ്ങൾ എത്രമാത്രം പ്രയാസകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. നമ്മൾ എത്ര ശുക്ർ രേഖപ്പെടുത്തിയാലും മതിയാവില്ല സഹോദരങ്ങളെ. ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. അവിടെ ഇങ്ങനെ നരകിക്കുക, അവിടെ ഇങ്ങനെ സ്വർഗം പോലെ ജീവിക്കുക. എന്താ റബ്ബ് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ റബ്ബിന്റെ പരീക്ഷണം നമുക്കുള്ള പരീക്ഷണമാണ്. ഇത്രയും വലിയ സുഖം ഉണ്ടായിട്ട്, ഇത്രയും വലിയ അനുഗ്രഹം ഉണ്ടായിട്ട് നാട്ടിൽ സ്വസ്ഥമായി നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലേക്ക് വരാൻ ഒരു തടസ്സമില്ല. നിനക്ക് ആരോഗ്യകരമായ എല്ലാ അവസ്ഥകളുണ്ട്. എന്നിട്ടും നിന്നെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, എന്ത് ന്യായമാണ്, എന്ത് ഉത്തരമാണ് നമ്മളെല്ലാവരും കൊടുക്കുക? നമ്മൾ ആലോചിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിയുന്ന ആളുകൾ ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ അത്രയും, ഇബാദത്തുകൾ അത്രയും, സൽക്കർമ്മങ്ങൾ അത്രയും ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹുവിനോട് നിരന്തരമായി ശുക്ർ രേഖപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിൽ ശുക്ർ രേഖപ്പെടുത്തുന്ന, പാപമോചനത്തിന് തേടുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് സഹോദരങ്ങൾ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന്. നേരത്തെ പറഞ്ഞ നമ്മുടെ സഹോദരന്റെ ഭാര്യ ബൈക്കിൽ നിന്ന് വീണ് പ്രയാസത്തോടു കൂടി നിൽക്കുകയാണ്. അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഒരു സഹോദരന്റെ ഉമ്മ നേരത്തെ പറഞ്ഞ പോലെ വെല്ലൂരാണ് ഉള്ളത്. വലിയ പ്രയാസം ഉള്ള അവസ്ഥയിലാണ്. അള്ളാഹു വിചാരിച്ചാൽ മാറാൻ ഒരു രോഗത്തിനും മാറാത്ത അവസ്ഥ ഉണ്ടാവില്ല. എല്ലാ രോഗത്തിനും മരുന്നിറക്കിന്, അതായത് അള്ളാഹു അതിന്റെ ശിഫ നൽകിയിട്ടുണ്ട്. പടച്ചോനൊന്ന് വിചാരിച്ചാൽ മതി. അത് നമ്മൾ ആരെങ്കിലും പ്രാർത്ഥന മതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, ജീവിതത്തിൽ ഒരുപാട് ദുഃഖം പേറുന്ന, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ അള്ളാഹുവെ, പ്രത്യേകിച്ച് ഈ ഉമ്മ, അള്ളാഹുവെ അവർക്കെല്ലാം നീ ശിഫയെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവരുടെയൊക്കെ വേദനയെ നീ എത്രയും പെട്ടെന്ന് മാറ്റി അവർക്ക് ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹുവെ ശിഫയെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ അള്ളാഹുവെ അവർക്കെല്ലാം നീ ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ
ഒരുപാട് കുടുംബങ്ങൾ മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മാനസികമായ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് വരെ വിചാരിച്ചു പോകുന്ന ആളുകൾ, അത്രമേൽ മാനസിക സമ്മർദ്ദങ്ങളിലൂടെ ജീവിക്കുന്ന ആളുകളുണ്ട്. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, നീ വിചാരിച്ചാൽ മാറാത്തതൊന്നുമില്ല. റഹ്മാനെ, അത്തരം മാനസികമായ സംഘർഷങ്ങളിൽ അകപ്പെട്ട സഹോദരിമാർക്ക്, സഹോദരങ്ങൾക്ക് അല്ലാഹുവേ സ്വസ്ഥതയെ പ്രദാനം ചെയ്യണേ. റഹ്മാനെ, അല്ലാഹുവേ ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ ഭാര്യമാരിലൂടെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരിലൂടെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലൂടെ, ആദർശ ബന്ധുക്കളിലൂടെ അല്ലാഹുവേ അവരിലൂടെ എല്ലാം ഞങ്ങൾക്ക് നീ കൺകുളിമ വർഷിപ്പിച്ച് അനുഗ്രഹിക്കണേ. റഹ്മാനെ, അല്ലാഹുവേ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാപികളാണ് ഞങ്ങൾ. ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഞങ്ങൾ ഓരോരുത്തരും പാപങ്ങൾ ചെയ്തവരാണ്. റഹ്മാനായ നാഥ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണേ. റഹ്മാനെ, അല്ലാഹുവേ ഒരുപാട് കർമ്മങ്ങൾ, ഇബാദത്തുകൾ ഞങ്ങൾ ചെയ്തു. പക്ഷെ എല്ലാ കർമ്മങ്ങളും പോരായ്മയുള്ളതാണ് എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, എല്ലാം വിലയിരുത്തുന്ന റബ്ബേ, നിനക്കറിയാം ഞങ്ങളുടെ ദുർബലത. ആ ദുർബലത മനസ്സിലാക്കി ഞങ്ങളുടെ കർമ്മങ്ങളെ പരിപൂർണ കർമ്മങ്ങളാക്കി മാറ്റി നീ അനുഗ്രഹിക്കണേ. റഹ്മാനെ, അല്ലാഹുവേ നാളെ അത് കനന്നൂങ്ങുന്ന, തുലാസിൽ കനന്നൂങ്ങുന്ന പ്രവർത്തനങ്ങളായി, ഇബാദത്തുകളായി, സൽക്കർമ്മങ്ങളായി നീ മാറ്റി അനുഗ്രഹിക്കണേ. റഹ്മാനെ, അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ പ്രായം ചെന്ന് പ്രയാസപ്പെടുകയാണ്. അല്ലാഹുവേ അവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകി നീ അനുഗ്രഹിക്കണേ. റഹ്മാനെ, അല്ലാഹുവേ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അല്ലാഹുവേ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ. റഹ്മാനെ, അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരങ്ങൾ, ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ പ്രയാസപ്പെടുകയാണ്. അവർക്ക് നോമ്പ് നോൽക്കാൻ കഴിയുന്നില്ല. അവർക്ക് ഒരു ദിവസം പോലും ഒരു സ്വസ്ഥതയും സമാധാനവും ലഭ്യമാകുന്നില്ല. റഹ്മാനായ നാഥ, നീ കാണുന്നുണ്ട്, നീ അറിയുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം പ്രാർത്ഥനയാണ്. അത് തന്നെയാണ് വലിയ ആയുധവും എന്ന് ഞങ്ങൾക്കറിയാം. അല്ലാഹുവേ, പ്രാർത്ഥന എന്ന വലിയ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഫലസ്തീനികളെ കൊന്നൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, ആ സാധുക്കൾക്ക് എല്ലാ നിലക്കുമുള്ള ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ. റഹ്മാനെ, അവരോട് നീ കാരുണ്യം കാണിക്കണേ. റഹ്മാനെ, അവർക്ക് നീ റഹ്മത്ത് ചൊരിയണേ. റഹ്മാനെ, അല്ലാഹുവേ അവർക്ക് ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ. റഹ്മാനെ, അവരെ തകർക്കാൻ ശ്രമിക്കുന്ന കുതന്ത്രങ്ങൾ മെനയുന്ന ആ ഇസ്രായേൽ സമൂഹത്തിന് അല്ലാഹുവേ, അങ്ങനെ കുതന്ത്രങ്ങൾ മെനയുന്ന ആളുകൾക്ക് അല്ലാഹുവേ ശിക്ഷയെ പ്രദാനം ചെയ്യണേ. റഹ്മാനെ, അവരുടെ കുതന്ത്രങ്ങളെ തകർക്കണേ. റഹ്മാനെ, അവരുടെ കുതന്ത്രങ്ങളെ തകർക്കണേ. റഹ്മാനെ, അവരുടെ കുതന്ത്രങ്ങളെ തകർക്കണേ. റഹ്മാനെ, അല്ലാഹുവേ അവരുടെ സ്വസ്ഥതയും സമാധാനം ഉണ്ടാക്കണേ. റഹ്മാനെ, അല്ലാഹുവേ അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ നമ്മുടെ കൂട്ടത്തിലുമുണ്ട്. അല്ലാഹുവേ അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് എല്ലാ നിലക്കുമുള്ള ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ. റഹ്മാനെ, അല്ലാഹുവേ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്, ഈ പരിശുദ്ധ റമദാനിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അല്ലാഹുവേ നിന്നിലേക്ക് വരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മടങ്ങി വരണം എന്നാണ്. അല്ലാഹുവേ ഏത് സന്ദർഭത്തിൽ എവിടെ വെച്ചാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്കൊക്കെ നൽകി നീ അനുഗ്രഹിക്കണേ. റഹ്മാനെ, അല്ലാഹുവേ ഒരു കൂട്ടരെ സ്വർഗത്തിലേക്കും മറുകൂട്ടരെ നരകത്തിലേക്കും നയിക്കുമ്പോൾ ആ സ്വർഗത്തിലേക്കുള്ള ആളുകളിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. റഹ്മാനെ, അല്ലാഹുവേ ഈ റമദാനിന്റെ അവസാനത്തിലേക്ക് കടക്കുമ്പോഴും ഞങ്ങൾക്ക് പറയാനുള്ളത്, അല്ലാഹുവേ ചെയ്ത അമലുകൾ, ചെയ്ത ഇബാദത്തുകൾ, ചെയ്ത സൽക്കർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ അല്ലാഹുവേ എല്ലാം ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കണേ. റഹ്മാനെ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما
وجعلنا للمتقين إماما وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. استغفر الله لي ولكم.